മൈ മോട്ടോർഗാഡി മലയാളത്തോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡാഷ് ക്യാമിൻ്റെ ഡീറ്റെയിൽ ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ മിക്ക ആൾക്കാരും ഇപ്പം മിക്ക വണ്ടിയിൽ അവരവരുടെ വണ്ടി ഡാഷ് ക്യാം വെക്കും. പക്ഷേ നമ്മൾ ഡാഷ് ക്യാം വെക്കുമ്പം നമ്മൾ ഫ്രണ്ട് വ്യൂ മാത്രമാണ് മെയിൻലി കിട്ടുന്നത്. ഇനി പുറകിന് ഏതെങ്കിലും വണ്ടി വന്ന് ഇടിച്ചാൽ നമ്മളെന്ത് ചെയ്യും? അതേപോലെ നമുക്ക് റെക്കോർഡ് ചെയ്ത എവിഡൻസ് മിക്കവാറും നമ്മളെ കാണത്തില്ല. അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ 70mi ഡാഷ് ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ 2 ക്യാമറ വരുന്നുണ്ട്. ഒന്ന് എൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്, ഫ്രണ്ട് ക്യാമറ ഇവിടെ ആയിട്ട് ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. അതേപോലെ ഒരു റിയർ ക്യാമറ വരുന്നുണ്ട്. അതേപോലെ അവിടെ ഒരു റിയർ ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ക്യാമറയുടെ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട് ക്യാമറയുടെ ഫ്രണ്ട് വ്യൂ. ഇത്രയും ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് അത് തിരിച്ച് നമ്മൾ റിയർ ക്യാമറ ഇടാം. റിയർ ക്യാമറയിലും ഇത്രയും ക്ലാരിറ്റി ഉണ്ട്. ഇത് നമ്മൾ രാത്രിയിലൊക്കെ വണ്ടി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എത്ര ഇരുട്ടായാലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ നമ്മൾ ക്യാമറ ഫിക്സ് ചെയ്തേക്കുന്ന മേളില്ല. അപ്പോൾ നമ്മൾ ഡിക്കിയുടെ അവിടെ അത്ര ലഗേജ് വെച്ചാലും നമ്മൾ ക്യാമറ നമുക്ക് കറക്റ്റായിട്ട് വ്യൂ കാണാൻ പറ്റും നമുക്ക്. അതിൻ്റെ വേറൊരു ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ക്യാമറ നമ്മൾ ടെയിൽ ലൈറ്റ് ആയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ റിവേഴ്സ് ഇടുവാണെങ്കിൽ അവിടെ ആ സെൻസർ വർക്ക് ചെയ്തിട്ട് ആ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് പോകും. എന്നിട്ട് ഇതേപോലെ സെൻസറായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ക്യാമറയുടെ വേറൊരു ഗുണം എന്നാന്ന് വെച്ചാൽ ഈ ക്യാമറ നമ്മൾ എമർജൻസി ആയിട്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുലുങ്ങിയാൽ തന്നെ ആ റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുമോ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ അത് തെറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചത് ഇതിൻ്റെ ആ റെക്കോർഡ് ചെയ്ത ഫുട്ടേജ് എടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് 128 GB വരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മെമ്മറി ഫുള്ളായി കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യും. മീൻസ് ആവശ്യമില്ലാത്ത ഫുട്ടേജ് നമ്മൾ എമർജൻസി റെക്കോർഡായിട്ട് വെച്ചേക്കുന്നത് അത് അവിടെ കാണും. ബാക്കി ഫുട്ടേജ് ഇപ്പം ഇതാണെങ്കിലും റെക്കോർഡായി ലൈവ് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കുഴപ്പമില്ലാത്ത ഇതുപോലത്തെ ഫുട്ടേജൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റും ചെയ്യും. ഇത് ലൈവ് റെക്കോർഡാണ്. ഇതിനകത്ത് ഡേറ്റ് അതേപോലെ ദിവസം നമ്മുടെ സമയം എല്ലാം കാണിക്കും. അപ്പം റെക്കോർഡാകുമ്പം എല്ലാം പ്രോപ്പർ നമ്മൾ ഈ ഫുട്ടേജ് കാണും. ഈ ഡാഷ് ക്യാം നമ്മൾ ഫ്യൂസ് ബോക്സ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചുവാണെങ്കിൽ ഇൻ കേസ് നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വെച്ചേക്കോ, വണ്ടി ഓഫാ, അന്നേരം ആരെങ്കിലും വണ്ടി തട്ടുമോ മുട്ടുമോ എന്തെങ്കിലും ചെയ്തെന്ന് ഓർത്തോ അതും ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമ്മൾ വണ്ടി തട്ടുമോ മുട്ടോ സ്ക്രാച്ചായി കിടക്കുവാണെങ്കിൽ അത് ആരാ ചെയ്ത് എന്താ പറ്റിയാൽ നമുക്ക് ഇതിൻ്റെ ഫുട്ടേജ് നോക്കി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഫ്യൂസ് ബോക്സ് അങ്ങനെ കണക്ട് ചെയ്താൽ ഒരു പ്രശ്നമുള്ളൂ. നമ്മൾ എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ വയറിംഗ് ആയിട്ട് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്ത് നമ്മൾ ചിലപ്പോൾ വണ്ടിയുടെ വാറണ്ടിക്ക് അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഡയറക്റ്റ് USB വഴിയാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്. ഡയറക്റ്റ് USB വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. കാരണം വണ്ടിയുടെ വാറണ്ടിയിലൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഒരു കാര്യത്തിൽ നമ്മൾ റിസ്ക് എടുത്തത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ടെയിൽ ലാമ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ടെയിൽ ലാമ്പായിട്ട് കണക്ട് ചെയ്യേണ്ട. ടെയിൽ ലാമ്പായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ റിവേഴ്സിൻ്റെ സെൻസർ വർക്ക് ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ പ്രശ്നം. പക്ഷേ ഈ പ്രോപ്പറായിട്ട് റിയർ വ്യൂവും അതേപോലെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ക്യാമറയുടെ ഒരു ഡ്രോബാക്ക് എന്നാന്ന് വെച്ചാൽ ഒന്ന് ഇതിനകത്ത് GPS ഇല്ല, ഒന്ന് നാവിഗേഷൻ ഇല്ല, പിന്നെ ഇത് ഫിക്സ്ഡ് ആണ്. ഇത് ഫിക്സ്ഡ് മീൻസ് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനക്കാൻ പറ്റില്ല. ഇത് ഫിക്സ്ഡ് ആണ്. പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ റിഫ്ലക്ഷൻ അടിക്കുന്നത്. ചില സമയത്ത് വെയിലടിക്കുമ്പോൾ ഇവിടെ റിഫ്ലക്ഷൻ അടിക്കും. അതേപോലെ മീൻസ് റിഫ്ലക്ഷൻ വരും. പിന്നെ നമ്മൾ ഇപ്പോൾ ഡ്രൈവറിൻ്റെ സീറ്റിലോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യാൻ നോക്കിയാലും പറ്റില്ല, കാരണം ഇവിടെ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. നമ്മൾ ടിൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണിക്കേണ്ട വ്യൂ ഇങ്ങനെ ആയിപ്പോൾ നമ്മുടെ വ്യൂ മാറിപ്പോൾ, ഫ്രണ്ട് വ്യൂ മാറിപ്പോൾ. അതുകൊണ്ട് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഇങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്തൊരു GPSും അതേപോലെ നമ്മൾ ക്യാമറ ഇവിടെ മീൻസ് 360 ഡിഗ്രി ഒരു ക്യാമറയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ടിൽറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയായിരുന്നു. പക്ഷേ അങ്ങനത്തെ ചെറിയ ചെറിയ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു ഈ ഡാഷ് ക്യാമിന്. പക്ഷേ ബാക്കി എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ് ഈ ഡാഷ് ക്യാം. ഇതിൻ്റെ ഈ ചെറിയ ഡ്രോബാക്സ് ഒക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് വേറൊരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഫിക്സ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ പ്ലസ് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ, അതിനകത്ത് ഇതിൻ്റെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോയും കാണും. അത് നിങ്ങൾക്ക് ഉടനെ തന്നെ മൈ മോട്ടോർഗാഡിക്കകത്ത് കാണാൻ പറ്റും. ഇത് നമ്മുടെ ഡാഷ് ക്യാമിനകത്ത് വരുന്ന ഗുണങ്ങൾ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ക്യാമറ ഇവിടെയാണ്, 360 ഡിഗ്രി ക്യാമറയാണ്. അതിൻ്റെ മീൻസ് നമ്മൾ വണ്ടിയുടെ അകത്ത് അത് നമ്മുടെ വണ്ടിയുടെ അകത്തും എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ അകത്തുള്ള ക്യാബിനും അത് റെക്കോർഡ് ചെയ്യും. പ്ലസ് 360 ഡിഗ്രിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് GPS വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതിനകത്ത് 2 ക്യാമറയാണ് വരുന്നത്. ഇവിടെ ഒന്ന്, അതേപോലെ ബാക്കിലൊന്ന്. അതിനകത്ത് 3 ക്യാമറ വരുന്നുണ്ട്. ഇവിടെ ഒരു 360 ഡിഗ്രി ക്യാമറ, ബാക്കിൽ ഒരു ക്യാമറ വരുന്നുണ്ട്. അതുകൂടാതെ മൂന്നാമത് ORBMൻ്റെ താഴെയും ഫിക്സ് ചെയ്യാൻ ഒരു ക്യാമറ ഉണ്ട്. അപ്പോൾ നമ്മൾ സൈഡ് വ്യൂവും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. ആരെങ്കിലും വന്ന് നമ്മളെ സൈഡിൽ കൂടെ തട്ടിയിട്ട് പോയെങ്കിൽ അത് റെക്കോർഡാവും.
ഇതാണ് നമ്മൾ ഈ ഒരു ഡാഷ് ക്യാമിനെ കുറിച്ചും ഉള്ളൊരു ബ്രീഫായ വീഡിയോ. അതേപോലെ അടുത്തായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഡാഷ് ക്യാമറയെ കുറിച്ച് ഒരു ചെറിയൊരു ഇതും കൂടി നമ്മൾ പറഞ്ഞത്. ഇതേപോലെ വണ്ടിയെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ, അടുത്തൊരു വണ്ടി വിശേഷമായിട്ട് നമുക്ക് കാണാം. അതൊരു ബൈ.